ഹലോ, നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സെക്രട്ടേറിയറ്റ് ഒ എ ഡിയും അതുപോലെ തന്നെ ലാബ് അസിസ്റ്റൻറ്റിൻ്റെയൊക്കെ മെയിൻസ് കഴിഞ്ഞു. അപ്പോൾ അതിൽ നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുള്ളവരും അതുപോലെ തന്നെ പറ്റാതിരിക്കുന്നവരൊക്കെ ഇനിയുള്ള എക്സാമിനും കൂടി പ്രിപ്പയർ ചെയ്യുക. നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്തവരാണെങ്കിൽ കൂടി ഇനിയും പഠിക്കുക. കാരണം നമ്മുടെ കയ്യിൽ അഡ്വൈസ് മെമ്മോ വരുന്നത് വരെ പഠിച്ചുകൊണ്ടേയിരിക്കണം. ഇനി നന്നായിട്ട് പഠിക്കാൻ പറ്റാത്തവർ അല്ലെങ്കിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റാതിരിക്കുന്നവർ ഇനി ഒരുപാട് എക്സാംസ് വരുന്നുണ്ട്. അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ്റെ ഡേറ്റ് ഒക്കെ വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മുടെ തിരുവനന്തപുരം അതുപോലെ തന്നെ പത്തനംതിട്ട, കോട്ടയം, തൃശ്ശൂർ, മലപ്പുറം അതുപോലെ തന്നെ കോഴിക്കോട് ജില്ലകൾക്ക് ഓഗസ്റ്റ് 2-നാണ് എക്സാം. നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ അല്ലേ. അപ്പോൾ ഇനി വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ കൊല്ലം, ആലപ്പുഴ, ഇടുക്കി, എറണാകുളം, പാലക്കാട്, വയനാട് അതുപോലെ തന്നെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾക്കൊക്കെ ഓഗസ്റ്റ് 9-ാം തീയതിയാണ്. 2 ഡേറ്റും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. അസിസ്റ്റൻറ്റ് സെയിൽസ്മാനിന് ശേഷം ഇനി എക്സാം ഒന്നും ഇല്ലയെന്ന് പറഞ്ഞിരിക്കരുത്. ഇനി ഒരുപാട് എക്സാംസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഈ വർഷം നവംബർ, ഡിസംബർ ആ ഒരു സമയത്ത് തന്നെ വരും. അപ്പോൾ ഇത്രയും സമയം എക്സാം ഒന്നും ഇല്ലല്ലോ പറഞ്ഞിരിക്കരുത്. ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങിയാലാണ് എക്സാം ആകുമ്പോഴത്തേനും സിലബസ് കംപ്ലീറ്റ് ആവത്തുള്ളൂ. ക്ലാസ്സിൽ പോയി പഠിക്കാൻ പറ്റുന്നവർ അങ്ങനെ ഫോളോ ചെയ്യുക കേട്ടോ. കാരണം വീട്ടിലിരുന്ന് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യമൊക്കെ കുറച്ച് ആക്റ്റീവായിട്ട് പഠിക്കും, പക്ഷേ മടി പിടിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഞാനും കുറച്ച് കാലം വീട്ടിലിരുന്ന് പഠിച്ചു നോക്കി, പക്ഷേ നടക്കുന്നില്ല. വീട്ടിലെന്തെങ്കിലും പഠിക്കാൻ പറ്റാത്ത സാഹചര്യം. ഇപ്പോൾ എനിക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചേച്ചിയുടെ മോനുണ്ട്. അപ്പോൾ അവൻ എപ്പോഴും എൻ്റെ കൂടെ തന്നെയായിരിക്കും. അപ്പോൾ എനിക്കിങ്ങനെ കറക്റ്റായിട്ട് പഠിക്കാനൊന്നും പറ്റാറില്ല. പിന്നെ എങ്ങോട്ടെങ്കിലും ചിലപ്പോൾ ഏതെങ്കിലും സ്ഥലത്തേക്ക് പോകേണ്ടി വരും. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ നമ്മൾ വിചാരിച്ച സമയത്ത് പഠിക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ക്ലാസ്സിൽ പോകുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ദിവസം എന്തായാലും പഠിക്കാനായിട്ട് പറ്റുമല്ലോ. അതിലുപരി ചുറ്റുമുള്ള എല്ലാവരും ഡെയിലി എഫേർട്ട് ഇട്ട് ക്ലാസ്സിലോട്ട് വന്ന് അവിടെ ഇരുന്ന് പഠിക്കുന്നത് കാണുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മൾക്കും പഠിക്കാനായിട്ട് തോന്നും. പിന്നെ എല്ലാവരും കൂടി ഇരുന്ന് കമ്പൈൻ സ്റ്റഡി ചെയ്യുമ്പോൾ നമ്മളൊരു ടോപ്പിക്ക് തീരും. അതുപോലെ തന്നെ ടോപ്പിക്ക് തീർന്നതിന് ശേഷം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ അപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് കിട്ടിയെന്ന് വരില്ല. ചിലപ്പോൾ തെറ്റ് പറ്റാം, അങ്ങനെയൊക്കെ വരാം. പക്ഷേ ആ തെറ്റിയ സാധനം നമുക്ക് എക്സാം ഹാളിൽ പോയിട്ടിരിക്കുമ്പോൾ നമുക്കത് ചിലപ്പോൾ കറക്റ്റായിട്ട് ആൻസറിലേക്ക് എത്താൻ വേണ്ടി പറ്റും. എനിക്കങ്ങനെ 1-2 തവണ ഇത് ഞാൻ അന്ന് തെറ്റിച്ചതാണല്ലോ എന്ന് പറഞ്ഞിട്ട് എനിക്ക് ആൻസർ കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഫുൾ ടൈം പഠിത്തം മാത്രം ആകുമ്പോഴത്തേനുമാണ് നമുക്ക് കുറച്ച് മടുപ്പ് വന്നു തുടങ്ങുന്നത്. അപ്പോൾ എല്ലാവരുമായിട്ടൊന്ന് സംസാരിക്കുമ്പോൾ ആ ഒരു സംഗതി മാറിക്കിട്ടും. കറണ്ട് അഫെയർ ഞാൻ പഠിക്കുമ്പോൾ എപ്പോഴും അടുത്തൊരു ബുക്ക് കൂടെ വയ്ക്കും. കാരണം കറണ്ട് അഫെയർ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. അതായത് നമുക്ക് ഈസി ആയിട്ടുള്ള പേരുകളൊന്നും ആയിരിക്കില്ല, ചിലപ്പോൾ കുറച്ച് ടഫായിട്ടുള്ള ഏരിയ പോലെ എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ ഞാൻ അടുത്തൊരു ബുക്ക് വയ്ക്കും. എന്നിട്ട് അറിയാത്ത അല്ലെങ്കിൽ കുറച്ച് ടഫായിട്ടുള്ള പേരുകളും കുറച്ച് സ്ഥലങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാനത് എഴുതും. അപ്പോൾ എഴുതുമ്പോൾ നമുക്ക് 1-2 തവണ എഴുതുമ്പോൾ നമുക്ക് അതുമായിട്ട് ഒരു പരിചയം വരുമല്ലോ. പിന്നീട് റിവിഷന് വേണ്ടിയിട്ട് എടുക്കുമ്പോൾ ഈ ഒരു പേര് ഞാൻ അന്ന് എഴുതി പഠിച്ചതാണല്ലോ, ആ ഒരു ഓർമ്മയുണ്ടാവും. കറണ്ട് അഫെയർ ഒക്കെ 1-2 തവണ വായിച്ചാലും ചിലപ്പോൾ കിട്ടണമെന്നില്ല, നമുക്ക് ഓർമ്മ നിൽക്കണം എന്നില്ല. കാരണം കറണ്ട് അഫെയർ ഒന്നാമത് കുറച്ച് ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റാണ്. കറണ്ട് അഫെയറിൻ്റെ ഒരു ഏരിയ നമുക്ക് ഒഴിവാക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതെന്തായാലും പറ്റില്ല. കാരണം 10th ലെവൽ എക്സാംസിനൊക്കെ 20 മാർക്കിനാണ് കറണ്ട് അഫെയർ. +2 ലെവലൊക്കെ ആണെങ്കിൽ 10 മാർക്കോളം കറണ്ട് അഫെയറിന് തന്നെ പോകുന്നുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും അത് പഠിച്ചിരിക്കണം. ഒരു കാരണവശാലും ബുദ്ധിമുട്ടാന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കരുത്. അപ്പോൾ അതിനുള്ള ഒരു മെത്തേഡ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡെയിലി കറണ്ട് അഫെയർ പഠിക്കുക. നമുക്ക് ഒരിക്കൽ വായിക്കുമ്പോൾ കിട്ടുന്നുണ്ടാവില്ല, ഒരു 3 പ്രാവശ്യം വായിച്ചാലും ചിലപ്പോൾ കിട്ടണമെന്നില്ല. പക്ഷെ നമ്മൾ ഡെയിലി ഇങ്ങനെ വായിക്കുന്ന സമയത്ത് എന്തായാലും കുറച്ചെങ്കിലും ഓർമ്മയുണ്ടാവും. ഇപ്പോൾ GKയുടെ മാത്സിൻ്റെയൊക്കെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ PSC പഠിക്കുന്ന എല്ലാവർക്കും അത്യാവശ്യം ബേസിക് ആയിട്ടുള്ള GKയും അതുപോലെ തന്നെ മാത്സൊക്കെ ചെയ്യാനായിട്ട് അറിയും. ഇപ്പോൾ അതിൽ നിന്നും നമ്മൾ ഡിഫറൻ്റ് ആയിട്ട് നമുക്കൊരു ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടുമ്പോഴാണ് അല്ലെങ്കിൽ ആൻസർ ചെയ്യാൻ പറ്റുമ്പോഴാണ് നമ്മൾ റാങ്കിലേക്ക് എത്തുന്നത്. യൂട്യൂബിലും അതുപോലെ തന്നെ ടെലഗ്രാമിലൊക്കെ പോളുകൾ ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ആ പോള് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത്ര പേര് അല്ലെങ്കിൽ 50,000 പേര് അത് കറക്റ്റ് ആക്കിയിട്ടുണ്ടാവും. അത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതിൽ നിന്നും ഡിഫറൻ്റ് ആയിട്ട് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ അറിഞ്ഞിട്ടുണ്ടെങ്കിലാണ് നമുക്ക് റാങ്ക് കിട്ടുന്നത്. അതിന് നമ്മൾ പുതിയ സോഴ്സുകൾ കണ്ടെത്തി പഠിക്കണം. അതായത് യൂട്യൂബിലുള്ള എല്ലാവരുടെയും ക്ലാസ്, ഇപ്പോൾ ഒരു ടോപ്പിക് എടുത്തിട്ടുണ്ടെങ്കിൽ അത് റാങ്ക് ഫയലിൽ നോക്കുക, SCRTയിൽ നോക്കുക, അതുപോലെ തന്നെ യൂട്യൂബിൽ നോക്കുക. അതുപോലെ അങ്ങനെ കുറേ നമുക്ക് എവിടെ നിന്നൊക്കെ ആ ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ട് അറിവുകൾ ലഭിക്കുമോ ആ സ്ഥലങ്ങളിൽ നിന്നൊക്കെ നമ്മൾ കളക്ട് ചെയ്യാം. ഇത്രയും സോഴ്സുകളൊക്കെ പഠിച്ചു തീരുമ്പോഴത്തേനും വർഷങ്ങൾ എടുക്കുമെന്ന് വിചാരിക്കേണ്ട. ഈ എല്ലാത്തിലും ഏകദേശം കോമൺ ആയിട്ടുള്ള ഫാക്റ്റുകളൊക്കെ തന്നെയായിരിക്കും പറയുന്നുണ്ടായിരിക്കുക. പക്ഷേ 1-2 ചാനലുകൾ അല്ലെങ്കിൽ 1-2 ബുക്കുകളിൽ എന്തെങ്കിലും അധിക പോയിന്റ് ഉണ്ടെങ്കിൽ അത് നമ്മളൊന്ന് നോട്ട് ചെയ്ത് വെക്കുകയെന്ന് മാത്രം.
അവിടെയായിരിക്കും നമ്മൾ വിജയിക്കുന്നത്. ഇപ്പം ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്നത് മലയാളത്തിലുള്ള പദശുദ്ധി എന്നുള്ള ടോപ്പിക്കാണ്. കാരണം പദശുദ്ധി ഇങ്ങനെ വായിച്ച് പഠിക്കുന്ന സമയത്ത് എനിക്കത്ര മനസ്സിലാവില്ല. കാരണം സ്പെല്ലിങ് തന്നെ അവർ തെറ്റിച്ചിട്ടായിരിക്കും അത് ശരിയാക്കൂ എന്ന് പറഞ്ഞിട്ടായിരിക്കും നമ്മുടെ ക്വസ്റ്റ്യൻ തന്നെ. അപ്പോൾ നമ്മൾ എഴുതുമ്പോഴാണ് നമ്മൾ കറക്റ്റായിട്ട് എഴുതുമ്പോഴാണ് എനിക്ക് ആൻസറിലേക്ക് എത്താൻ വേണ്ടി പറ്റൂ. പറഞ്ഞിങ്ങനെ എഴുതുന്ന സമയത്ത് കുറച്ചുകൂടെ സെറ്റ് ആവും കേട്ടോ. നമുക്ക് വീട്ടിലിരുന്ന് വെറുതെ ഇപ്പോൾ പദശുദ്ധിയൊക്കെ എഴുതി നോക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുമായിരിക്കും, ഒരു മിസ്റ്റേക്കും വരുന്നുണ്ടാവില്ല. പക്ഷേ ക്വസ്റ്റ്യൻ പേപ്പറിൽ 4 ഓപ്ഷൻസ് ചിലപ്പോൾ ഒരു അക്ഷരമൊക്കെ മാറിയിട്ടായിരിക്കും കൊടുക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അതെല്ലാം കൂടെ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ തെറ്റിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ എഴുതി പഠിക്കുന്നത്. ഒരു ദിവസം ഒരു ടോപ്പിക്ക് ഫുള്ളും, ആ പദശുദ്ധി എന്നുള്ള ടോപ്പിക്ക് ഫുള്ളും തീരുമൊന്നും ഇല്ല കേട്ടോ. കുറച്ച്, അതായത് ചിലപ്പോൾ ഒരു പേജൊക്കെ ആയിരിക്കും തീരുന്നുണ്ടായിരിക്കുക. എത്രയാണോ പറ്റുന്നത് അതുപോലെ ചെയ്യും. അതുപോലെ തന്നെ ഇംഗ്ലീഷിലുള്ള സ്പെല്ലിംഗ് ചെക്ക് ഇങ്ങനെ എഴുതി പഠിക്കാറുണ്ട്. ചിലപ്പോൾ വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ ഒരു 5 ഒരു ദിവസം തീർക്കുന്നുണ്ടായിരിക്കുള്ളൂ. പിന്നെ മാത്സ് കുറച്ച് ക്ലാസ്സുകൾ എഴുതി തീർക്കാനായിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഫിനിഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് എനിക്ക് ക്ലാസ്സിന് പോകാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഹോസ്പിറ്റലിലൊക്കെ പോയി ഒരു 11-11:30 ആയിട്ടോ. തിരിച്ചെത്തുമ്പോൾ നേരത്തെ പോയതാണ് ഹോസ്പിറ്റലിലോട്ട്. അപ്പോൾ 11:30 ആകുമ്പോഴത്തേനും എത്തി. അപ്പോൾ അതിന് ശേഷമാണ് ഇപ്പോൾ വന്ന് പഠിക്കാനായിട്ടിരുന്നത്. ഇപ്പം ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ കുറേ മുന്നേ വായിച്ച് വെച്ചിട്ടുള്ള സംഭവങ്ങളാണ്. ഇപ്പം ഞാനിത് തൊടാറേ ഇല്ല കേട്ടോ. കുറേ ആയി വായിച്ചിട്ട്. അപ്പം ഞാൻ ഇനി മറന്നു പോലേന്ന് വെച്ചിട്ട് റിവിഷൻ പോലെ ഓടിച്ച് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മളുടെ സെറിബെല്ലം, ഹൈപ്പോതലാമസ്, മെഡുല്ല ഒബ്ലോങ്കേറ്റ, ആ ഒരു സംഭവങ്ങളൊക്കെ ഇല്ലേ ബയോളജിയിലെ ഫസ്റ്റ് പാർട്ട്, ആ ഒരു സൈഡാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഹൃദയം, അസ്ഥി, പേശി, ആ ഒരു ഏരിയ, അതായത് മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ്, ആ ഒരു ടോപ്പിക്കില്ലേ, അതൊക്കെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഓടിച്ച് വായിച്ചു. ഇംഗ്ലീഷൊക്കെ ബുദ്ധിമുട്ടുള്ളവർക്ക് കമ്പനി ബോർഡ് LGS എക്സാം ഒരു അടിപൊളി അവസരമാണ്. കാരണം GKയും മാത്സും അതുപോലെ തന്നെ കറണ്ട് അഫെയറും മാത്രം പഠിച്ചാൽ മതി. സയൻസും അല്ലാതെ ഇംഗ്ലീഷൊന്നും പഠിക്കേണ്ട ആവശ്യമേ വരുന്നില്ല. ഇപ്പോൾ മാത്സ് ആണെങ്കിൽ കൂടി ഡിഗ്രി ലെവലിലുള്ള ആ ഒരു ടൈപ്പ് ഓഫ് മാത്സ് ഒന്നും വരില്ല. കുറച്ച് സിമ്പിളായിട്ടുള്ള മാത്സൊക്കെ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ പക്ഷെ എന്താ ഒരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് സ്റ്റേറ്റ് വൈഡ് ആയിട്ടുള്ള എക്സാമാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് ഇതിന് അപ്ലൈ ചെയ്യും. അപ്പോൾ കോമ്പറ്റീഷൻ നന്നായിട്ട് കൂടും. അതുകൊണ്ട് തന്നെ കട്ട് ഓഫ് അതിനനുസരിച്ചിട്ട് കൂടും. കഴിഞ്ഞ കമ്പനി ബോർഡ് LGSൻ്റെ കട്ട് ഓഫ് 76 പോയിൻറ്റ് ആണ്. അപ്പോൾ അതിനേക്കാട്ടിലും കട്ട് ഓഫ് എന്തായാലും ഇത്തവണ പ്രതീക്ഷിക്കാം. അപ്പോൾ അതിനനുസരിച്ച് പഠിക്കണം. നമ്മൾ നല്ല രീതിക്ക് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് VFAയ്ക്കും അതുപോലെ തന്നെ ബെവ്കോ LD, ഫോഴ്സ് എക്സാം, അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ്, കമ്പനി ബോർഡ് LGS എല്ലാത്തിനും കൂടെ ആവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ. ടാറ്റ, ബൈ ബൈ, സീ യു.